ബാത്റൂം ഫിറ്റിങ്സ് അതുപോലെ ഇലക്ട്രിക്കിന്റെ സാധനങ്ങളെല്ലാം നമ്മൾ ലൈഫ് ലോങ് എടുക്കുന്ന സാധനങ്ങളാണ്. പരമാവധി സാധനങ്ങൾ പൈസ നമ്മളാണ് മുടക്കുന്നത്. അപ്പോൾ സാധനത്തിന്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു വീഡിയോ വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്ന ഒരു സംഭവമാണ് എവിടെ തിരിഞ്ഞാലും ഓഫർ. അതായത് ബാത്റൂം ഫിറ്റിങ്സ് ആകട്ടെ, ഇനിയിപ്പം ഇലക്ട്രിക്കിന്റെ സാധനം, ഏത് സകല സാധനത്തിന് ഓഫർ ഉണ്ട്. അപ്പോൾ ഗ്രാമിന് ചെറിയ പൈസ വെച്ചിട്ട് തൂക്കി കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ ഇലക്ട്രീഷ്യൻ മാറും അല്ലെങ്കിൽ പ്ലംബർ മാറും, നിങ്ങൾക്ക് ഇതുപോലെ ലിസ്റ്റ് അങ്ങോട്ട് തരും. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതിന്റെ ഇതുപോലെ ഫോട്ടോ കോപ്പി എടുക്കും. ഒരു 5-6 ഷോപ്പുകളും കൂടി ഏറ്റവും വില കുറഞ്ഞ ചേടിയാണോ കിട്ടുന്നത് ആടുന്ന സാധനങ്ങൾ വാങ്ങും. ആ വാങ്ങുന്ന സാധനം ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി ഇല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ല. വില കുറഞ്ഞത് നമുക്ക് കിട്ടി, നമ്മൾ സാധനം വാങ്ങി കൊണ്ടുവന്ന് ഇലക്ട്രീഷ്യനോ പ്ലംബർക്കോ കൊടുത്തു. 2 വർഷം അല്ലെ 3 വർഷം അതുകൊണ്ട് സാധനങ്ങൾ കച്ചറിയായി. വേറെ ആയിരിക്കാം? ഇലക്ട്രീഷ്യന് അല്ലെ പ്ലംബർ. അതെ, നിങ്ങൾ ഇനി എല്ലാന്ന് പറഞ്ഞാലും ആരാ ഫിറ്റ് ചെയ്തതിന് എന്നുള്ളത് മാത്രമേ നിങ്ങൾ നോക്കൂ. ഏത് സാധനം വാങ്ങി ഇനി എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോക്കൂല എന്നുള്ള കാര്യം 99% ഗ്യാരണ്ടിയാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഓഫറിനെ തേടി പോകുന്ന സമയത്ത് സാധനത്തിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമ്മൾ കാണിക്കണം. അത്രയും പൈസ കൊടുക്കുന്ന സാധനമല്ലേ, അപ്പൊ അതിനുള്ള ക്വാളിറ്റി നമ്മൾ സർവീസ് വാറണ്ടി എന്നുള്ള സാധനം നമുക്ക് ഉറപ്പുവരുത്തുക. എത്രത്തോളം നമുക്ക് പ്രൊഡക്റ്റിന് സർവീസ് വാറണ്ടി കിട്ടുന്നുണ്ടോ ആ സാധനം നമ്മൾ ചൂസ് ചെയ്യുന്ന വിളിച്ചാൽ കിട്ടണം നമുക്ക് സർവീസ്. അതാണ് വേണ്ടത്. എല്ലാം പിന്നെ നമ്മൾ ഒരു സാധനം വാങ്ങിക്കൊണ്ടേച്ച് 2-3 ദിവസം കൊണ്ട് കംപ്ലൈന്റ് ആയി കച്ചറെടുത്ത് കളയേണ്ടി വരും. സർവീസ് അവൈലബിൾ അല്ല, പിന്നെ എന്ത് സാധനം വായി ഒന്നും നടക്കൂല. അതാണ് കളി. ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം നമുക്ക് വേസ്റ്റിന് ഫ്ലഷ് അങ്ങോട്ട് അടിക്കും. ഫ്ലഷ് അടിക്കുന്ന സമയത്ത് ഈ വേസ്റ്റ് അതിൻ്റെ അകത്ത് തങ്ങി നിൽക്കുന്നുണ്ട്. ഐ മീൻ നിങ്ങൾ പോയ വേസ്റ്റ് അവിടെ തട്ടി തടഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ഒറ്റ ഫ്ലഷിന് പോയിട്ടെങ്കിൽ സെറാമിക്കിന്റെ കാര്യം പോകാം. അപ്പൊ പിന്നെ ഇത് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം അതിനാണ് നമ്മൾ പറയുന്നത് സെറാമിക്കിന്റെ ക്വാളിറ്റി അവരോട് ആദ്യം ചോദിക്കുക. സെറാമിക്കിനും അതുപോലെ തന്നെ ഇത്തരം ഫ്ലഷിനും ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് ഒരു കാരണവശാലും വില കുറയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബ്രാൻഡഡ് ആയ സാധനങ്ങൾക്ക് ഒരു കാരണവശാലും അവർ വില കുറച്ച് കൊടുക്കാൻ അവർ താല്പര്യപ്പെടില്ല. കൊട്ടേഷന്റെ നോക്കിയാൽ ആവശ്യമില്ല, കൊട്ടേഷന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് വന്ന് നോക്കി സാധനത്തിന് റേറ്റ് നോക്കി കൊള്ളാവുന്ന റേറ്റാണ്. കസ്റ്റമറും നമ്മുടെ കൂടെയുണ്ട്. കസ്റ്റമർക്കും അറിയാം സാധനത്തിന്റെ ക്വാളിറ്റി കൃത്യമായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് സാധനങ്ങൾ പർച്ചേസ് വെച്ച് ഇനി പണം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് കൊടുക്കുക, സാധനം വാങ്ങുക. സർവീസും അവൈലബിൾ ആണെന്ന് ഇവർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കടപ്പുറകളും കുത്തിരി പിടിക്കും.